സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് രണ്ട് അതിഥികളെ പരിചയപ്പെടുത്തി തരാൻ വന്നതാണ് കേട്ടോ. അവർ ദമ്പതികളാണ്. അവരുടെ ജീവിതത്തിൽ രോഗം മൂലമുണ്ടായ പ്രയാസങ്ങളും അതിനുശേഷം തുടർന്ന് ചികിത്സിച്ച് അതിനുശേഷം വന്ന പ്രയാസങ്ങളും പിന്നീട് മരുന്നുകളില്ലാതെ ചികിത്സ തുടങ്ങിയിട്ട് അതിൽ നിന്ന് വന്ന വിജയവും അതോടുകൂടി അവർ നേടിയ നേട്ടങ്ങളും മറ്റു കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിൽ പ്രവേശിക്കാം. അത് കാണാം. അസ്സലാമു അലൈക്കും. ഞാൻ ഹംസ. പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറത്താണ് ഞങ്ങളുടെ വീട്. അക്യുപങ്ക്ചർ ഞങ്ങളുടെ ജീവിതശൈലിയിൽ വെച്ച് മാറ്റങ്ങളെക്കുറിച്ചും ആധുനിക ലോകത്ത് അതിന്റെ പ്രസക്തിയെക്കുറിച്ചുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് അക്യുപങ്ക്ചറിൽ വന്നതിന് ശേഷം സംഭവിച്ച മാറ്റങ്ങൾ? വലൈക്കും സലാം. ഞാൻ അക്യുപങ്ക്ചറിലെത്തിയത് ഞാൻ ആദ്യമായിട്ട് തന്നെ നാഥനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ എന്റെ അനുഭവത്തിലൂടെയാണ് അക്യുപങ്ക്ചറിലേക്ക് എത്തിയതും അതിന് പഠിക്കാൻ ചേർന്നതും. എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിലെ അനുഭവത്തിലൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. എന്റെ അനുഭവം വെച്ചാൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ചില സർജറികൾ ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു സർജറി എന്ന് പറഞ്ഞാൽ ഞങ്ങള് സർജറിക്ക് അഡ്മിറ്റ് ആയതിനു ശേഷം അവിടുന്ന് രക്ഷപ്പെട്ടതാന്ന് പറയാം. അത് വയറുവേദന ഉണ്ടായി. എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്യാൻ കൊടുത്തു. സ്കാനിന്റെ റിപ്പോർട്ട് മേടിക്കാൻ ചെന്നപ്പോൾ തന്നെ ലാബിൽ അവരെന്നെ പറഞ്ഞ് അപ്പൻഡിക്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കാണിച്ചോളെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നീട്ട് നീട്ടിവെക്കാതെ അന്ന് തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടറും പറഞ്ഞു അപ്പൻഡിക്സ് ആണ്, എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സർജറിക്കായിട്ട് ഒരുങ്ങി വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇന്ന് മെഡിസിൻ തന്ന് നാളെ ഞങ്ങൾ എങ്ങനെയായാലും അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി. അവിടെ നിന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലക്ക് ഞങ്ങള് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് തീരുമാനമെടുത്ത് അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ അന്ന് സർജറി ഉണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി ഡോക്ടർ തിയേറ്ററിൽ ചെന്നിട്ട് തന്നെ കണ്ടു ഡോക്ടറെ. അപ്പൊ ഡോക്ടർ ആ സ്കാനിങ് റിപ്പോർട്ട് നോക്കി പറഞ്ഞു ഇതിൽ അപ്പൻഡിക്സിന്റെ ഒന്നുമില്ല, ഏതായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് എൻഡോസ്കോപ്പിയും ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി എടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടി. ഡോക്ടർ പറഞ്ഞ് അണുബാധയാണുള്ളത്, അതിന് ഒരാഴ്ചത്തേക്ക് നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചക്ക് ആ മരുന്ന് ഞാൻ കഴിച്ച് എനിക്ക് ആ ഒരു വേദന മാറും ചെയ്തു. പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 38,000 രൂപ ഞങ്ങൾക്ക് സർജറിക്ക് പറഞ്ഞിരുന്നു. കൂടാതെ വേറെ ചെലവുകൾ, പിന്നെ അതിന് പുറമെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വേദനകൾ കാര്യങ്ങളും അതൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തന്നെ അൽഹംദുലില്ലാഹ്. പിന്നെ എനിക്കുണ്ടായത് എന്റെ കൈയിന്റെ എല്ല് പൊട്ടി വീണിട്ട് കൈയിന്റെ എല്ല് പൊട്ടിയിട്ട് അത് കമ്പിടാൻ പറഞ്ഞ് കമ്പിടാതെ ശരിയാവില്ല പറഞ്ഞിട്ട് അതിനും ഇതേപോലെ അഡ്മിറ്റായി കമ്പിട്ടു. ആ കമ്പി 15 ദിവസം കൂടുമ്പോൾ അവർ എടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു സർജറി പറഞ്ഞാലുണ്ടായത് എനിക്ക് തൈറോയിഡിന്റെ സർജറി ഉണ്ടായത്. തൈറോയിഡിന് പിന്നെ എനിക്ക് എന്താ വെച്ചാൽ മുടിയൊക്കെ ഇങ്ങനെ കൊഴിയുക, അതേപോലെ ശരീരമൊക്കെ നല്ല ചൂടൊക്കെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ എന്താണെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ബന്ധു വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞിങ്ങനെ തൊണ്ടയിലൊരു മുഴ ഉണ്ടല്ലോ, ഈ ശ്രദ്ധിച്ചിക്കണോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാനെന്നെ അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ അതിൽ തന്നെയായി എനിക്കിതൊരു പേടിയായി. ഇതെന്താവത് എല്ലാരോടും ചോദിക്കലോടി ഞാൻ നിങ്ങൾക്ക് ഇറക്കിങ്ങനെ ഇവിടെ ഒരു മുഴ കാണണ്ടോ ചോദിക്കലോടി. അപ്പൊ എല്ലാവരും പറഞ്ഞു മുഴ ഉണ്ടല്ലോ, ഡോക്ടറെ കാണിച്ചില്ലേ, തൈറോയിഡ് ആയിരിക്കും തന്നെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് തൈറോയിഡ് തന്നെയാണ്, കുറച്ച് മരുന്നൊക്കെ കഴിക്കാൻ പറഞ്ഞു. ആ മരുന്ന് കഴിച്ച് ഒരു പ്രാവശ്യത്തെ ചെക്കപ്പിൽ ചെന്നപ്പോ പറഞ്ഞു എന്റെ അടുത്ത് ഇത് ഇനി സർജറി ചെയ്യണോട്ടോ, ഈ മുഴ എടുത്ത് ഒഴിവാക്കി തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി വേറെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള മുഴകളൊക്കെ നമ്മൾ കാലക്രമേണ ക്യാൻസറായി മാറി തീരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ അവർ തന്ന ആ ഡേറ്റിനെ പോയിട്ട് അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റിന് ആയതിനു ശേഷം അവര് കുറെ മരുന്നുകൾ കയറ്റി അതിന്റെ കൂട്ടത്തില് ഇൻസുലിന്റെ വെക്കണ കണ്ടപ്പോ ഞാൻ ചോദിച്ചു എനിക്ക് ഷുഗർ ഉണ്ടോ ചോദിച്ചു. അവിടെ പറഞ്ഞ ഷുഗർ ഉണ്ട് പറഞ്ഞിട്ട് ഇൻസുലിന് അന്ന് വെച്ച്. പിന്നെ ഈ തൈറോയിഡ് സർജറിക്ക് ശേഷം എനിക്കും എന്റെ ജീവിത അവസാനം വരെയും തൈറോയിഡിന്റെയും ഷുഗറിന്റെയും ഗുളിക എനിക്ക് നിർബന്ധമാക്കി. അങ്ങനെ ഓരോ പ്രാവശ്യത്തെ ചെക്കപ്പിന് ഡോക്ടറെ ചെല്ലുമ്പോഴും അവര് ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണിക്കുമ്പോഴും അവര് ലാബിന്റെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മരുന്നിന്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ തന്നിരുന്നത്.
പക്ഷെ ഞങ്ങളുടെ അസ്വസ്ഥതകൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ പ്രാവശ്യം ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഓരോ അസുഖത്തിന് മരുന്ന് കൂടി കൂടി തന്നിരുന്നു. എന്നാൽ നമ്മളെ അസ്വസ്ഥതകൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്കാണ് എന്റെ ജ്യേഷ്ഠത്തിയുടെ മോള് അക്യുപഞ്ചറിനെ കുറിച്ചും അക്യുപഞ്ചറിസ്റ്റ് ഹസീന കക്കാടിനെ കുറിച്ചും പറഞ്ഞു തന്നു, ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങള് അവിടെ പോയി നോക്കി. അങ്ങനെ അവരുടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെ അവരുടെ ഒരു പെരുമാറ്റവും അവർ പറഞ്ഞിട്ടുള്ള ജീവിത രീതി ഞങ്ങൾ ഫോളോ ചെയ്ത് അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീടുള്ള ട്രീറ്റ്മെന്റിൽ എന്റെ അസുഖങ്ങളൊക്കെ എനിക്ക് പൂർണ്ണമായും മാറിയതായി ബോധ്യപ്പെട്ടു. ഇതിൽ കൂടുതലായി എന്റെ ഇക്കാക്കാണ് ഇതിന്റെ റിസൾട്ട് കണ്ടിട്ടുള്ളത്. ഇതിനെ കുറിച്ച് കൂടുതൽ എന്റെ ഇക്ക നിങ്ങളോട് പറയുന്നതായിരിക്കും. ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും രാസമരുന്നുകൾ കഴിച്ച് ആശുപത്രിയിൽ സ്ഥിര സാന്നിധ്യമായി രോഗം മൂർച്ഛിച്ച് അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കൂടുതൽ ഗുരുതരമായി ICUകളിൽ പ്രവേശിപ്പിക്കപ്പെട്ട് അവസാനം സ്വരുക്കൂട്ടിയതും പിരിവെടുത്തതും മറ്റു പല നിലയിൽ ശേഖരിച്ചതുമായ സാമ്പത്തികം ഒന്നുമല്ലാതെയായി വെന്റിലേറ്ററുകളിൽ ഒടുങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരിക്കുന്നത്. ആ സമയത്ത് ആരും അവർക്കൊരു കൂട്ടിനുണ്ടാവില്ല. ആരോരുമില്ലാതെ അവിടെ അവസാനിക്കുന്ന ജീവിതങ്ങൾ. പ്രവാസിയായിരുന്ന സമയത്ത് ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു. ചെറിയ ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതാണ്. കാണിച്ച സമയത്ത് വീട്ടിലാർക്കെങ്കിലും പ്രമേഹമുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യത്തിന് അവർ പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് ഞാൻ കൊടുത്തത്. അതോടുകൂടി ഏറ്റവും വലിയ കൂട്ടായ്മയായ പ്രമേഹക്കാരുടെ കൂട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് അവർ എനിക്കും തന്നു. ആദ്യം ദിവസത്തിൽ ഒരു ഗുളിക വെച്ച് കഴിക്കാൻ പറഞ്ഞു. പിന്നീട് അത് 2ആയി 3ആയി പല തരങ്ങളായി. 15 വർഷത്തിനിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഇൻസുലിൻ 2 നേരം ഗുളികകൾ, പുറമെ ഗ്യാസിനും തരിപ്പിനും കടച്ചിലും തുടങ്ങി പല വിഷയങ്ങൾക്കുള്ള മരുന്നുകളാണ് കഴിക്കുന്നത്. ഓരോ മാസത്തിലും ലാബ് ടെസ്റ്റുകൾക്കനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മരുന്നുകൾ മാറ്റം വരുത്തുന്നു. ഇതുവരെ മുന്നോട്ട് എന്നല്ലാതെ അസുഖങ്ങൾ ഭേദമായിട്ടില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നായി. എവിടെയെങ്കിലും ഒരു നല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടവര് അവരുടെ തുറച്ചുനോട്ടം അത് കാണുമ്പോൾ ഞാനത് അവിടെ തന്നെ വെക്കും. ആ രീതിയിലുള്ള രീതികളായി. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് അടുത്ത കാലത്താണ് എന്റെ കാലിൽ മുട്ടിന് താഴെയായിട്ട് കറുത്ത പാടുകൾ വന്നത്. ഈ പാടുകൾ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അത് കൂടിക്കൊണ്ടിരുന്നു. ചില സമയത്ത് മുണ്ടൊന്നും മടക്കി കുത്തി കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിലും എന്റെ കൂട്ടുകാർ എന്നോട് പറയും എന്താണ് കാലിൽ എന്ന്. ആ രീതിയിലുള്ള അവസ്ഥ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഒരു മരുന്ന് കഴിച്ചിട്ട് ഭേദം വന്നില്ല. അത് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇത്തരം കേന്ദ്രങ്ങളിൽ, സ്പെഷ്യലൈസ് ചെയ്ത കേന്ദ്രങ്ങളിൽ പോയി പരിശോധന നടത്തി അവരും മരുന്നുകളൊക്കെ തന്നു എന്നല്ലാതെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതെന്നെ വല്ലാതെ ബോധ്യപ്പെടുത്തി. കാരണം ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എന്റെ ഒരുപാട് കൂട്ടുകാരുടെ ബന്ധപ്പെട്ടവരും അയൽവാസി ചിലരൊക്കെ ഇത്തരം ഡയബറ്റിക് ഫുഡ് വന്ന് അത് ഗുരുതരമായി അങ്ങനത്തെ അവസ്ഥ എത്തിയത് എനിക്കറിയാം. അപ്പോൾ എനിക്കും അതുപോലെയൊക്കെ വരുമോ എന്നുള്ളൊരു ഭയം എന്നിലുണ്ടായി. എന്തായാലും കാലങ്ങൾ കടന്നുപോയി. ഇതുപോലെ തുടർന്ന് മരുന്നുകൾക്കായി പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഈ അക്യുപങ്ചറിസ്റ്റിനെ പരിചയപ്പെടുന്നതും ആ മേഖലയിലേക്ക് പോകുന്നതും ഷാഹിദ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇത്തരം ചികിത്സാരീതി തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും അത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത്തരം ചികിത്സാ രീതികളോട് ഒരു തികഞ്ഞ പുച്ഛത്തോടെയാണ് സമീപിച്ചിരുന്നത്. ഇനിയിപ്പോൾ അതാണോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളിലൂടെ അതിനൊന്നും താല്പര്യമില്ലാതെയാണ് പോയത്. പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് നല്ല ഇഷ്ടത്തിലാണ് വന്നത്. എന്തായാലും അങ്ങനെ ഞങ്ങൾ തിരിച്ചറിവ് നേടിയപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാനായിരുന്നു. അങ്ങനെ ഇതിനെപ്പറ്റി ഒഴിവ് ദിവസങ്ങൾ ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തികച്ചും ഔദ്യോഗികമായി തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ എന്റെ സാഹചര്യം അപ്പോൾ അതിന് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ ഭാര്യയോട് ഷാഹിദയോട് പറഞ്ഞു അത് പഠിക്കാൻ. അങ്ങനെ ഞാൻ എന്റെ ഇക്കയുടെ നിർബന്ധ പ്രകാരം തന്നെയാണ് അക്യുപഞ്ചർ പഠിക്കാൻ ചേർന്നതും
തിരൂര് അക്യൂഷനിലാണ് ഞാൻ പഠിച്ചത്. 1 വർഷത്തെ പഠനം കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് പാസ്സായി. അൽഹംദുലില്ലാ. പിന്നെ ഇന്ന് ഞങ്ങൾ രോഗഭയമില്ലാതെ മരുന്നില്ലാതെ ജീവിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ തിരിച്ചറിവ് മറ്റുള്ളവരിലേക്ക് എത്തണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അയൽവാസികളിൽ നിന്ന് ചിലരും ബന്ധുക്കളിൽ നിന്ന് ചിലരും ഈ അക്യുപഞ്ചറിലേക്ക് എത്തിയെന്നുള്ളത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്തവൻ അജ്സൽ ഷാർജയിൽ അക്കൗണ്ടന്റാണ്. ഞങ്ങളുടെ ഈ ജീവിതശൈലി തന്നെ അവരും ഇതിൽ തന്നെയാണ് പോകുന്നത്. സാധാരണ അവന്റെ ഫോൺ വിളികളിൽ മാറ്റം വരുത്തിയതുകൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ പലപ്പോഴും വിളിച്ച് ഞങ്ങളുമായി പങ്കുവെക്കാറുണ്ട്. അവന്റെ ഉമ്മ അക്യുപഞ്ചർ പഠിക്കാൻ ചേർന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളിൽ അവനാണ്. രണ്ടാമത്തവൻ അക്മൽ എറണാകുളത്ത് പഠിക്കുകയാണ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്ന സമയത്ത് കുട്ടികളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇവനും വന്നപ്പോൾ അവനെയും കൊണ്ടുപോയി അവർ ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടർ പോലെ മരുന്ന് എഴുതിയപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞു വേണ്ട ഇങ്ങോട്ട് പോരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം മരുന്നുകളൊന്നും കഴിക്കാതെ അതിനെപ്പറ്റി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ തന്നെ പോയി. അവന്റെ അസുഖം മാറി അവൻ തിരിച്ച് അവിടെയൊക്കെ തന്നെ പോയ സമയത്ത് അവിടെ ചെന്ന് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവന്റെ കൂട്ടുകാരി മരുന്നുകളൊക്കെ കഴിച്ച് പിന്നീട് ലോഷനൊക്കെ പലതും വാരി തേച്ചിട്ടും അവരുടെ മുഖത്തും ശരീരത്തൊക്കെ ഉണ്ടായിരുന്ന കലകള് ഈ ഒന്നും കഴിക്കാതെ ഒരു മരുന്നും കഴിക്കാതെ നിന്നിരുന്ന അക്മലിന് അങ്ങനത്തെ അതിന്റെ പാടുകൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് വന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. മൂന്നാമത്തെ മകള് നദ ഫാത്തിമ, അവൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ ശൈലിക്കനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങള് സംതൃപ്തരാണ്. നല്ല രീതിയിൽ ഞങ്ങൾ സന്തുഷ്ടമാണ് ഈ രീതിയിൽ പോകുന്നത് കൊണ്ട്. വേറെ വിഷയങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്റെ ഒരു പെങ്ങള്, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെയും എന്റെ ഈ പെങ്ങള് ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ മരുന്ന് കഴിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഒരു അസുഖത്തെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ല ഇതുവരെ. ഒരിക്കൽ വീണു കൈ പൊട്ടിയിട്ട് തിരിഞ്ഞു. ആ സമയത്ത് പോലും ഡോക്ടറെ അടുത്ത് പോകാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ചെന്ന് വളരെ ശഠിച്ചു, ഒരുപാട് നിർബന്ധിച്ചു. അവർ പോകുന്നില്ല, അത് അങ്ങനെ മാറിക്കോളും, സെൽഫ് ക്യൂറിംഗ് ആണ് എന്ന രീതിയിൽ അങ്ങനെ തന്നെ തീരുമാനിച്ചു. പിന്നീട് എന്തെങ്കിലും ജലദോഷമോ മറ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ നിർബന്ധിച്ച് പലപ്പോഴും വഴക്കൊക്കെ പറയാറുണ്ട് ഹോസ്പിറ്റലിൽ പോകാത്ത. പക്ഷെ ഇപ്പൊ ഈ തിരിച്ചറിവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ അടുത്തായിരുന്നു തെറ്റ്, പെങ്ങളായിരുന്നു ശരി എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ മുൻകാലങ്ങളിൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലും മധുര, വെല്ലൂർ, കോയമ്പത്തൂർ തുടങ്ങിയ ഹോസ്പിറ്റലുകളിലൊക്കെ പലർക്കു വേണ്ടിയും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പല കൂട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ട്രോമ കെയർ, ബ്ലഡ് ഡൊണേഷൻ ഫോറം തുടങ്ങിയവയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത്. പിന്നെ രോഗഭയമില്ലാത്ത കരുത്തുറ്റ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അക്യൂ മാസ്റ്റർ ഷുഹൈബ് റിയാജു സാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്യൂ മാസ്റ്റർമാരും മറ്റ് അക്യൂഷ് അക്കാദമിയുടെ കീഴിലുള്ള പ്രവർത്തകരും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. രോഗഭയമില്ലാത്ത ഈ ശൈലി പിന്തുടരുന്ന മരുന്നുകൾ ഒഴിവാക്കുന്ന ഒരു സമൂഹം ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഇന്ന് അവർ ഈ മേഖലയിൽ പ്രാവീണ്യം നേടി അതിൻ്റെ യഥാർത്ഥ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളുമായി ഇന്ന് ജനങ്ങളിലേക്ക് അവർക്ക് വേണ്ട സഹായങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.